ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1914. ഇന്ന് മാർച്ച് മാസം 28-ാം തീയതി 87-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം. സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള യേശുവിന്റെ ആദ്യത്തെ വാക്കുകൾ: എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? 12-ാം വയസ്സിൽ പെസഹാ പെരുന്നാളിന് മാതാപിതാക്കന്മാരോട് ഒരുമിച്ച് യെരുശലേമിലേക്ക് പോയ യേശു പെരുന്നാൾ കഴിഞ്ഞിട്ടും ദേവാലയത്തിൽ തന്നെ തങ്ങുകയാണ്. അതറിയാതെ തിരിച്ചു പോകുന്ന മാതാപിതാക്കന്മാർ ഒരു ദിവസത്തെ യാത്രാദൂരം പിന്നിട്ടതിനു ശേഷം വൈകുന്നേരം വിശ്രമത്താവളത്തിലെത്തിയപ്പോഴാണ് ബാലനായ യേശു തങ്ങളുടെ കൂടെയില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടം ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? ക്രിസ്തുയേശുവിനെ നഷ്ടപ്പെടുത്തി കളയുക. ക്രിസ്തുയേശുവിന്റെ അഭാവം തന്നെയാണ് ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം. അത് ഈ ഭൂമിയിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാമെന്നതിന്റെ ഒരു ഉത്തമ സാക്ഷ്യം കൂടിയാണ്. അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് തന്നെ അത് സംഭവിക്കുന്നത്. അതും ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നിർമ്മലയായ പരിശുദ്ധ അമ്മ മറിയം. സുവിശേഷം, പുതിയ നിയമം, നീതിമാനെന്ന് ശരിക്കും പ്രകീർത്തിച്ച, അങ്ങനെ ഒരു വിശേഷണം ചാർത്തിക്കൊടുത്ത യോസേപ്പിനും കൂടിയാണ് ഈ നഷ്ടം സംഭവിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ നഷ്ടം ഇവർക്കും സംഭവിച്ചതാണ്. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഈ നഷ്ടം ഞാൻ തിരിച്ചറിഞ്ഞാൽ ഒരുപാടൊന്നും ഭാരപ്പെടണ്ട. അവിടെ നിന്ന് എനിക്ക് ചില വിടുതലിന്, പരിഹാരത്തിന് അവസരങ്ങൾ, സാധ്യതകളുണ്ടെന്ന് ഇതേ സംഭവം, ഇതേ മാതാപിതാക്കൾ എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു തുടക്കമുണ്ട്. നോമ്പതിന്റെ പാതിക്കാലവും കഴിയുമ്പോൾ കുറെ കൂടി ഗൗരവമാർന്ന ജാഗ്രത ജീവിതത്തിൽ നിലനിർത്തിയേ മതിയാവും. ഒപ്പമുണ്ടോ ക്രിസ്തുയേശു? അത് നമ്മളൊന്ന് ഉറപ്പുവരുത്തണ്ടേ. ഒപ്പമുണ്ടോ? പൗലോസ് അപ്പോസ്തലന്റെ മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. കൊലോസിയ സഭയ്ക്കാണ്. 1-ാം അധ്യായത്തിൽ ഇത് കിടപ്പുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അടുത്തെന്നല്ല, മുമ്പിലും പിമ്പിലുമല്ല, ഇടതുവശത്തും വലതുവശത്തുമല്ല, ഉള്ളിലുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ ഉറപ്പു പറയുന്ന ക്രിസ്തുവിന് എന്റെ പിന്നീടുള്ള ജീവിതത്തിന്റെ പോക്കുകൊണ്ട് എന്തെല്ലാം പരുക്കുകൾ ഏറ്റിട്ടുണ്ടാവും. എവിടെയാണ് ക്രിസ്തുയേശു? അതൊന്ന് കണ്ടെത്താനായിട്ട്, തിരിച്ചറിയാനും തിരികെ വരാനും തിരുത്താനൊക്കെ ആയിട്ട് ഈ നോമ്പിന്റെ നാളിൽ ഞാൻ കുറെ കൂടി ഗൗരവത്തിൽ പരിശ്രമിച്ചേ മതിയാവും. ആമേൻ.